സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. പിതാവേ, ഇവർ ചെന്ന് ഇന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലോകസുവിശേഷം 21-34 വാക്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ തകർക്കപ്പെട്ട നഗ്നമായ ശരീരം അപമാനിതമാക്കി ഒരു കൂട്ടം കാഴ്ചക്കാരുടെ മുമ്പിൽ ക്രൂശിൽ തൂക്കി. അവിടെ തന്നെ ഉപദ്രവിക്കുന്നവരോട് ശാസിച്ചോ? ഇല്ല. യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെന്ന് ഇന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കപടമായ കുറ്റം ആരോഗ്യപ്പെട്ട ക്രൂശിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് അവിടുന്ന് അപമാനിതനായ ഒരു വ്യക്തിയോട്, ഒരു കുറ്റവാളിയോട്, അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം മൂലം അവൻ തന്നോടൊപ്പം പരദീസം ഉണ്ടാകും എന്ന് പറഞ്ഞു. അവൻ്റെ വേദനയിലും അവമാനത്തിനും പോലും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ യേശു പ്രത്യാശയുടെ ജീവൻ വചനം പങ്കുവച്ചു. യേശുവിനെ പങ്കുവച്ചെന്ന് നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു? ക്രിസ്തുവിൻ്റെ കൃപയാൽ ജീവൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ നമുക്ക് കഴിയണം. ഇന്നോ വരുവാനുള്ള നാളുകളിലോ നാം എന്ത് പ്രയാസമുള്ള സാഹചര്യത്തിൽ കടന്നുപോയാലും ജീവനവചനം പങ്കുവച്ച ആളുകൾക്ക് ധൈര്യം കൊടുക്കാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകൾ എത്ര വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവമാനമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ യേശുവിൽ ചാടുവാനും അവിടുന്ന് ജീവൻ്റെ വചനം പങ്കെടുക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ കൃപയും താഴ്മയുമായി ഞാൻ സ്തുതിക്കും. ദയയില്ലാത്തതും കരുതാത്തതുമറ്റേ ആയ ആളുകളോട് ആ കാര്യങ്ങളെ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ യേശുവേ, എന്നെ അങ്ങ് സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അത് നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.